നിങ്ങൾ എല്ലാവരും ഒരിക്കലും കേട്ടിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ പേര്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങോട്ട് എങ്ങനെയാണ് പൈസ തന്നെയെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെന്ന് വിചാരിച്ചോ. ആ 100 രൂപ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു പൂളിലോട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത്. എക്സാമ്പിൾ ഇപ്പൊ ഒരു ബാസ്ക്കറ്റിലോട്ടാണ് നിങ്ങൾ പൈസ ഇടുന്നതെന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പൊ ആ ബാസ്ക്കറ്റിലോട്ട് നിങ്ങളല്ലാണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പൈസ ഇടുന്നുണ്ട്. അപ്പൊ ആ പൈസ ഇട്ടിട്ട് ആ ബാസ്ക്കറ്റ് നിറയുക. അപ്പൊ അതൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആയി. അപ്പൊ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു ഫണ്ട് മാനേജർ എന്നൊരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഭയങ്കര നോളജ് ഉള്ള, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് അറിവുള്ള ആള് നമ്മുടെ ഈ പൈസ മൊത്തത്തിലെടുത്ത് പല പല സ്റ്റോക്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് ചെയ്യണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മണിയെ എടുത്ത് ഒരു സ്റ്റോക്കിൽ മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വില താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ മൊത്തത്തിൽ പോലെ. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാതെ മൊത്തം ഡൈവേഴ്സിഫൈ ചെയ്ത് പല സ്റ്റോക്കിലായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1-2 സ്റ്റോക്സ് ലൂസിൽ പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചുകൊണ്ട് നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോഫിറ്റ് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ ആയിട്ട് നമുക്ക് തരുന്നത്. അതുപോലെ ഈ റിട്ടേൺ കിട്ടുന്നതിൽ നിന്ന് ഒരു പോർഷൻ നമ്മുടെ ഫണ്ട് മാനേജറും എടുക്കും. അപ്പൊ ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ആണുള്ളത്, അതിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.